പ്രിയപ്പെട്ടവരെ, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ലോകത്തുള്ള 55% ആൾക്കാർക്കും അവരെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ല. ഭാഗ്യവശാൽ നമുക്കതുണ്ട്. നമ്മുടെ പൂർവികർ സമരം ചെയ്തും സത്യാഗ്രഹം കടന്നും ജീവൻ ത്യജിച്ചും നമുക്ക് നേടിയെടുത്ത സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാരും ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, എന്തിനാണ് വോട്ട് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളുടെ ഭാവി തലമുറയ്ക്ക് ഏറ്റവും ഗുണകരമാവുന്ന രീതിയിൽ നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം അത്യാവശ്യങ്ങളുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്ര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ നിർബന്ധമായിട്ടും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം? വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക, കഴിഞ്ഞ 70 വർഷമായിട്ട് കേരളത്തിലെ ഇടതു മുന്നണിയും വലതു മുന്നണിയും മാറി മാറി നമ്മളെ ഭരിക്കുന്നു. കേരളം പല മേഖലകളിലും മുന്നിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ സമസ്ത മേഖലകളിലും അഴിമതി നമ്മളുടെ പൊതു ഖജനാവിനെ കാർന്നു തിന്നുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അഴിമതി ഇല്ലാതെ ഭരിക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് എങ്ങനെ വികസിപ്പിച്ചെടുക്കാമെന്ന് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2020 നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ 2020യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആതിര ഡി നായരെ നമ്മൾ ജയിപ്പിക്കുകയാണെങ്കിൽ കിഴക്കമ്പലം മോഡൽ നമ്മൾ ഏറ്റുമാനൂരിൽ കൊണ്ടുവരുന്നതായിരിക്കും. അഴിമതിയില്ലാത്ത ഒരു ഭരണ സംവിധാനം കേരളത്തിൽ വരികയാണെങ്കിൽ അടുത്ത 15 വർഷങ്ങൾ കൊണ്ട് കേരളം ലോകത്തിലെ തന്നെ ഏറ്റവും വികസിതമായിട്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് 2020യുടെ പ്രിയങ്കരിയായ ജനറേഷൻ സി സ്ഥാനാർത്ഥി, യുവത്വത്തിന്റെ പ്രതീകമായിട്ട് മത്സരിക്കുന്ന നമ്മളുടെ പ്രിയങ്കരിയായ കുമാരി ആതിര ഡി നായർക്ക് വോട്ട് ചെയ്തുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അവരെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.